വിധികർത്താക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. സനാതന ദീപം സംഘടിപ്പിക്കുന്ന ഈ രാമായണ മാസാചരണ വേദിയിൽ എൻ്റെ പ്രിയപ്പെട്ട രാമായണ കഥാപാത്രം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. രാമായണത്തിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങളുണ്ട്. ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ, ഭരതൻ, ഇങ്ങനെ ഒട്ടനവധി പേരുണ്ട്. എന്നാൽ ഇതിലെല്ലാം വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാമായണ കഥാപാത്രം ആരാണെന്നറിയാമോ? അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ഹനുമാൻ സ്വാമി തന്നെ. ഹനുമാൻ സ്വാമിയെ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത ധീരതയും ശക്തിയുമാണ്. കുട്ടിക്കാലത്ത് സൂര്യനെ ഒരു പഴമാണെന്ന് കരുതി ആകാശത്തേക്ക് ചാടിക്കടന്നതും, സീതയെ രക്ഷിക്കാൻ കടൽ ചാടിക്കടന്ന് ലങ്കയിലെത്തിയതും, ലക്ഷ്മണന്റെ ജീവൻ രക്ഷിക്കാൻ സഞ്ജീവനി അടങ്ങുന്ന ഒരു വലിയ പർവ്വതം കൈകളിൽ ചുമന്നു കൊണ്ടുവന്നതുമായ കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് ആവേശമാണ് തോന്നിയിരുന്നത്. എന്നാലും ഇത്രയധികം ശക്തിയുണ്ടായിട്ടും ഹനുമാൻ സ്വാമിക്ക് ഒട്ടും അഹങ്കാരമില്ലായിരുന്നു. എപ്പോഴും വിനയമുള്ളവനായിരിക്കും. ശ്രീരാമസ്വാമിയുടെ മുന്നിൽ എപ്പോഴും കൈകൾ കൂപ്പി ഒരു ദാസനായി നിന്നു. അവിടെയാണ് ഹനുമാൻ സ്വാമി നമുക്ക് വലിയൊരു കാര്യം പറഞ്ഞു തരുന്നത്. നമുക്ക് എത്ര കഴിവുണ്ടായാലും നമ്മൾ എപ്പോഴും വിനയമുള്ളവരായിരിക്കണമെന്ന്. മറ്റൊരു പ്രധാന ഗുണം അദ്ദേഹത്തിന്റെ സത്യസന്ധതയും സൗഹൃദവുമാണ്. ശ്രീരാമസ്വാമിയെ സഹായിക്കാൻ അദ്ദേഹം കാണിച്ച ആത്മാർത്ഥത നമുക്ക് കൂട്ടുകാരെ എങ്ങനെ സഹായിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്നു. സുഗ്രീവന്റെ ഒപ്പം നിന്നതിൽ കൂടി നമ്മുടെ കൂട്ടുകാർക്ക് വല്ല ആപത്തും വരുമ്പോൾ അവരെ അവിടെ നിന്ന് കൈവിടാതെ സഹായിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്നു. എന്നെപ്പോലെയുള്ള കുട്ടികൾക്ക് എന്നും മാതൃകയാകാൻ പറ്റിയൊരു നല്ല കഥാപാത്രമാണ് ഹനുമാൻ. പേടിയുള്ളപ്പോൾ ഹനുമാനെ ഓർത്താൽ ധൈര്യം വരുമെന്ന് എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ശക്തിയും ധീരതയും വിനയവും എല്ലാം ഒത്തുചേർന്ന ഒരു രാമായണ കഥാപാത്രമാണ് ഹനുമാൻ. എൻ്റെ എപ്പോഴത്തെയും രാമായണത്തിലെ പ്രിയപ്പെട്ട കഥാപാത്രമാണ് ഹനുമാൻ. ഈ ഒരു നല്ല അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമിയെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ബുദ്ധിബലം യശോധൈര്യം നിർഭയത്വം മയോഗത അചാട്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. നന്ദി.